ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. ആ കോൺട്രാക്ടർ നിന്നെ ഏൽപ്പിച്ച 2 ലക്ഷം രൂപ എവിടെ? അത് അച്ഛാ, ഞാനതൊന്നും മറിച്ചു. തിരിച്ചു തരാം. മറിച്ചെന്നോ? ആരോട് ചോദിച്ചിട്ട്? രണ്ട് ലക്ഷം രൂപ എനിക്ക് പുല്ല. പക്ഷേ നിന്റെ അമ്മായിയപ്പൻ ആ ഏരണം കെട്ട മാധവൻ നായരുടെ കടം വീട്ടാനുള്ളതല്ല. എന്റെ പണം. നിന്റെയും നിന്റെ കെട്ടുകളുടെയും ചെലവ് ഞാൻ നോക്കാം. ജനിപ്പിച്ചു പോയില്ലേ, ഇതുപോലെ. പക്ഷേ നിന്റെ അമ്മായിയപ്പന്റെ ചെലവും കൂടി നോക്കാനുള്ള ബാധ്യത അതെനിക്കില്ല. അല്ലേ 2 ലക്ഷം രൂപയൊക്കെ വെറുതെ കളയാന്ന് വെച്ചാ? പണം ഉണ്ടാക്കുന്നവർക്കേ അതിന്റെ പാടറിയൂ. ഏട്ടത്തിക്ക് അത്രയ്ക്കങ്ങ് നോവണ്ട. കോൺട്രാക്ടറുടെ കൈക്കൂലി പണം ഒരു നല്ല പ്രവൃത്തിക്ക് ചെലവാക്കിയെന്ന് വിചാരിച്ചാൽ മതി. നന്മയുള്ള പ്രവൃത്തി ആയതുകൊണ്ട് അതിന്റെ പുണ്യം അച്ഛനും കിട്ടും. ആ പുണ്യം എനിക്ക് വേണ്ടടാ, നാണമില്ലാത്തവനെ. എന്തിനാ ജഗ, എന്തിനാ എനിക്ക് വേണ്ടി ഇങ്ങനെ? സമാധാനം ആയോടി നിനക്ക്? ഞാനൊരു അമ്മയാ. എന്റെ മോൻ ഇങ്ങനെ അടികൊണ്ട് നിൽക്കുമ്പോഴേ എന്റെ ചങ്ക് തകരും. അടിച്ചത് വേറെ ആരും അല്ലല്ലോ, തിരുത്ത ഉത്തരവാദിത്തപ്പെട്ട അച്ഛൻ തന്നെയല്ലേ. അതിന് അമ്മയ്ക്ക് എത്ര നോവേണ്ട കാര്യം എന്താ? നോകൂടി, ആ നോവേ നിനക്കറിയില്ല. നിർത്തടി നിന്റെ പ്രസംഗം. ഇവന്റെ എല്ലാ നെറുകേടിനും കൂട്ടു നിൽക്കുന്നത് നീ ഒറ്റൊരുത്തിയാ. ഇന്നു വരെ ഞാൻ നിങ്ങളെ എതിർത്ത് ഒരു വാക്കുപോലും സംസാരിച്ചിട്ടില്ല. ഇപ്പൊ ഞാൻ എന്റെ സങ്കടം കൊണ്ട് പറയാ, എന്റെ കുഞ്ഞ് ഇപ്പൊ ഒരു മകൻ മാത്രമല്ല, അവളുടെ ഭർത്താവും കൂടിയാ. അടിച്ചത് അച്ഛനാണല്ലോ എന്ന് കരുതി ഇവന് സഹിക്കാനൊക്കെ പറ്റും. പക്ഷേ ഇത്രയും പേരുടെ മുൻപിൽ വെച്ച് ഭർത്താവിന് അടി കിട്ടിയാലേ അതൊരു ഭാര്യയ്ക്ക് സഹിക്കാൻ പറ്റില്ല.